കുരിശിനെ സാത്താൻ ഭയപ്പെടുന്നു. കാരണം കുരിശ് ഈശോയെ സൂചിപ്പിക്കുക. നമ്മൾ കുരിശ് ദേവാലയത്തിൽ വയ്ക്കുന്നു, നമ്മൾ കഴുത്തിൽ അണിയുന്നു, നമ്മുടെ വീടുകളിൽ കുരിശ് സ്ഥാപിക്കുന്നു. അതാണ് ഈശോയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഈശോയെയാണ് സാത്താൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. കാരണം ഈ സാത്താനെ പരാജയപ്പെടുത്തിയ ആളാണ് ഈശോ. അതുകൊണ്ട് നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ സാത്താന് ഭയപ്പാടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാത്താൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തിന്മയുടെ ആ സ്വാധീനത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഏറ്റവും വലിയ ഒരു ആയുധമാണ് ഈ കുരിശടയാളം, കുരിശ് വരയ്ക്കുക. അത് ഭക്തിപൂർവ്വം ചെയ്യുകയും ചെയ്യണം. അത് ദൈവത്തെ ഓർത്തുകൊണ്ട്, ഈശോയെ ഓർത്തുകൊണ്ട്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ കുരിശ് വരയ്ക്കുമ്പോൾ നമുക്കത് വലിയൊരു ശക്തിയാണ്. തിന്മയ്ക്കെതിരെ അടരാടുവാൻ, സാത്താനെതിരെ പോരാടുവാൻ ഉള്ള വലിയൊരു ആയുധമാണ് ഈ കുരിശടയാളം വരയ്ക്കുക എന്ന വിശുദ്ധ സ്ലീവായുടെ അടയാളം എന്നാണ് പറയുക. വിശുദ്ധ സ്ലീവായുടെ, ശുദ്ധമായ സ്ലീവായുടെ അടയാളം, ഇങ്ങനെയാണ് അപ്പം എൻ്റെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഈശോയുടെ ആ സ്ലീവ എന്ന് പറയുമ്പോൾ ഈശോയുടെ ആ കുരിശ്, അങ്ങനെ ആ കുരിശ് നമ്മൾ ഭക്തിപൂർവ്വം അത് നിർവഹിക്കണം. ചിലരിങ്ങനെ കുരിശ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൈ കാണിക്കാറുണ്ട്. അങ്ങനെ ചുമ്മാ കൈ കാണിച്ചുകൊണ്ടായില്ല, അത് വെറുതെ ഒരു അർത്ഥമില്ലാത്തൊരു ഒരു ചലനമാണ്. അങ്ങനെയല്ല, ആ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ പിതാവിൻ്റെ എന്ന് പറയുമ്പോൾ പിതാവിനെ ഓർക്കണം, ദൈവത്തെ ഓർക്കണം. പിതാവിൻ്റെയും പുത്രൻ എന്ന് പറയുമ്പോൾ ഈശോയെ ഓർക്കണം, നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച ഈശോയെ ഓർക്കണം. പിന്നെ പരിശുദ്ധാത്മാവ് റുഹാദകുസ്സ എന്ന് പറയുമ്പോൾ നമുക്ക് നൽകപ്പെട്ട ആ റുഹാദകുസ്സ, പന്തകുസ്തായിൽ നൽകപ്പെട്ട റുഹാദകുസ്സ ശക്തി നൽകിയ, നമുക്ക് വിവേചന ശക്തി നൽകിയ, നമ്മളെ വിശുദ്ധീകരിക്കുന്ന, നമ്മളെ നയിക്കുന്ന, അനുദിനം നമ്മളെ നയിക്കുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവ് റുഹാദകുസ്സ. അങ്ങനെ ഈ ത്രിത്വത്തിലെ ഈ മൂന്നാളുകളെയും ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് വേണം ഈ കുരിശ് വരയ്ക്കുവാൻ. അപ്പോൾ അത് വലിയൊരു പ്രാർത്ഥനയാണ്, ശക്തി നൽകുന്ന വലിയൊരു പ്രാർത്ഥനയായിരിക്കും ഈ കുരിശ് വരയ്ക്കുക എന്ന് പറയുന്നത്. ആ രീതിയിൽ ഇനി മുതൽ കുരിശ് വരയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കും. പിതാവിൻ്റെയും എന്ന് പറയുമ്പോൾ ഇപ്രകാരമാണ് കൈ നമ്മൾ ചലിപ്പിക്കേണ്ടത്. പിതാവിൻ്റെയും എന്ന് പറയുമ്പോൾ നെറ്റിയിൽ നിന്ന് നെഞ്ചിൻ്റെ താഴെ ഏതാണ്ട് പുക്കിളിൻ്റെ ഉടം വരെ കൈ വരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും എന്ന് പറയുമ്പോൾ വരത്തെ ഉരത്തിന്മേൽ കൈ വരുന്നു. ആ കൈവിരലുകൾ ഇതുപോലെ വയ്ക്കുന്നു. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറയുമ്പോൾ കൈവിരലുകൾ ഇടത്തെ ഉരത്തിലേക്ക് വരുന്നു. എന്നിട്ട് കൈകൂപ്പി ആമേൻ എന്ന് പറയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇതാണ് കുരിശ് വരയ്ക്കുന്ന രീതി. അതായത് നമ്മൾ പലപ്പോഴും അറിയാതെ ഇടത്തുനിന്ന് വലത്തേക്ക് വരയ്ക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ശീലം ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് നാളത്തേക്ക്. പക്ഷെ അതല്ല ശരിയായ രീതി. നമ്മുടെ പുരാതനമായ പാരമ്പര്യമനുസരിച്ച് സഭയുടെ ആരംഭം മുതൽ തന്നെ ഈ കുരിശ് വരയ്ക്കുന്ന രീതി പ്രകാരമായിരുന്നു. നെറ്റിയിൽ നിന്ന് നെഞ്ചിൻ്റെ താഴെയിലേക്ക് വരുന്നു, പിന്നീട് വലത്തെ ഉരത്തിലേക്ക്, പിന്നെ ഇടത്തെ ഉരത്തിലേക്ക്. ആ രീതിയിലാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.